ഹായ്, പുതിയൊരു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഈ വർഷം ആദ്യം റിലീസാക്കിയ സിനിമ ഐഡൻറ്റിറ്റി. ഇപ്പം കണ്ടിട്ട് വന്നതേ ഉള്ളൂ. റിവ്യൂലോട്ടാണ്. ഡയറക്ടർ, റൈറ്റർ അഖിൽ പോൾ ആൻഡ് അനസ് ഖാൻ. മ്യൂസിക് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ജെക്സ് ബിജോയ്. പിന്നെ ഛായാഗ്രഹണം അഖിൽ ജോർജ്. എഡിറ്റ് ചെയ്തേക്കുന്നത് ചമൻ ചാക്കോ. ഈ ഛായാഗ്രഹണവും എഡിറ്റിംഗ് ഒക്കെ നല്ല പൊളി എഡിറ്റിംഗ് ആണ്. ഈ കാര്യങ്ങൾ ഇനി നമുക്ക് റിവ്യൂലോട്ട് പോകാം. ഇവരുടെ തന്നെ എന്നുവെച്ചാൽ ഈ ഒരു ടീമിൻ്റെ തന്നെ നേരത്തെ ഒരു വർക്കായിരുന്നു ഫോറൻസിക് എന്ന് പറഞ്ഞാൽ. ഫോറൻസിക്കിന് മുമ്പ് 5-ാം പാതിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ജോണറിൽ പെട്ട ഒരു പടമായിരുന്നു ഫോറൻസിക്. ഞാൻ ആ സമയത്ത് എന്നുവെച്ചാൽ ആ സമയം എന്ന് പറഞ്ഞാൽ കോവിഡിനൊക്കെ മുമ്പാണ്. അത് ഞാൻ തിയേറ്ററിൽ വാച്ച് ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷമായി കോവിഡൊക്കെ വന്ന് ഇതായിട്ട് പോയത്. അപ്പോൾ ആ സിനിമ എനിക്ക് എങ്ങനെ എടുത്തെന്ന് ചോദിച്ചാൽ അതിനകത്തും ഈ ഒരു സാധനം തന്നെ. മ്യൂസിക് കിടിലനായിട്ടുണ്ട്, മേക്കിംഗ് ഒക്കെ കിടിലനായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു സ്റ്റോറി കണ്ടന്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് എവിടേക്കോ കണ്ട ഒരു ഇതുപോലെ തോന്നി. എനിക്ക് അത്ര പിടിക്കാത്ത ഒരു പടമായിരുന്നു ഫോറൻസിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്ത് ടൊവിനോ തന്നെ ആയിരുന്നു. ടൊവിനോ ഇച്ചിരി ഒന്ന് ഓവറാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു ഫോറൻസിക്. നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കണം തുടക്കമൊക്കെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ, ഐഡൻറ്റിറ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ, തുടക്കം ഒരു കൊലപാതകമാണ് കാണിക്കുന്നത്. അത് ഭയങ്കര ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കൊലപാതകം കാണിക്കുന്നുണ്ട്. പക്ഷേ അത് എനിക്ക് മനസ്സിലായി, എല്ലാവർക്കും അങ്ങനെ ആവണമെന്ന് മനസ്സിലായില്ല. കൊലപാതകം ആരാണെന്ന് ചെയ്യുന്നതെന്ന് മനസ്സിലാവും ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട്. അങ്ങനെ തുടങ്ങി ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്ന കൊള്ളായിരുന്നേ. എനിക്ക് ഈ പടം ടോട്ടലി എങ്ങനെ എടുത്തെന്ന് വെച്ചാൽ, എനിക്ക് ഒരു ആവറേജ് ഒരു അനുഭവം മാത്രമാണ്. എനിക്ക് മേക്കിംഗ് ഒക്കെ കിടിലം പൊളി മേക്കിംഗ് ഒക്കെയാണ്. അത് ഞാൻ വഴിയെ പറയാം. സ്റ്റോറി ബേസിൽ എനിക്കിതൊരു ആവറേജ് അനുഭവം മാത്രമായിരുന്നു. പിന്നെ ആ ഒരു കൊലപാതകം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഇത് വെക്കുക, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് പോവുക. പിന്നെ അങ്ങോട്ട് ഈ ഫസ്റ്റ് ഹാഫ് നല്ല പൊളിയായിട്ട് നമുക്ക് ആ ഒരു ആകാംക്ഷയോടെ നല്ല ക്യൂരിയോസിറ്റിയോടെ നല്ല രീതിയിൽ അങ്ങോട്ട് പോയി മ്യൂസിക്കൊക്കെ കിടിലം മ്യൂസിക്കാണ്. അത് കഴിഞ്ഞ് ഒരു ഇൻ്റർവെല്ലൊക്കെ ആയപ്പം നല്ല പൊളി ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇൻ്റർവെല്ല് ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീം പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ അവസാനത്തെ 40 മിനിറ്റ് ഈ മലയാള സിനിമ ഒരിക്കലും കാണാത്ത ഒരു 40 മിനിറ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിലായിരിക്കുമല്ലോ അത് വരുന്നത്. ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ അങ്ങോട്ട് ഏകദേശം നല്ല രീതിയിൽ അങ്ങോട്ട് പോയിട്ട് ഇൻ്റർവെല്ല് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് പിന്നെ ഇൻവെസ്റ്റിഗേഷനാണെന്നോ കൊമേഴ്ഷ്യലാണെന്നോ ആക്ഷനാണെന്നോ ഇത് ഏത് ജോണറിൽ പെട്ടയാണെന്ന് നിങ്ങൾ എല്ലാ ജോണറിലും പെട്ടയും കൂടെ കൂട്ടിക്കുഴച്ച് എടുത്ത് വെച്ചേക്കുന്നതിലോട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ട്വിസ്റ്റൊക്കെ കാണിക്കുന്നുണ്ട്. ട്വിസ്റ്റൊന്നും എനിക്ക് അത്ര വലിയ മെയിൻ ഒരു ട്വിസ്റ്റ് കാണിക്കുന്നുണ്ട്. ആ ട്വിസ്റ്റ് കാണിച്ചപ്പം നമ്മുടെ അയ്യേ എന്നുള്ള ഒരു രീതി ആയിപ്പോയി. കാരണം ഇതിന് മുമ്പേ പല ട്വിസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ ആറാട്ടിനകത്തൊക്കെ ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പഴയ ഒരു സിനിമ വിജയുടെ, ഞാൻ പേര് പറയുന്നില്ല, പേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലും കൂടെ സ്പോയിലർ ആയിപ്പോയി. അതുകൊണ്ട് ആ രീതി പറയുന്നില്ല. അപ്പോൾ ആ ഒരു ട്വിസ്റ്റ് കാണിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയേക്കുന്നത് മൊത്തം എനിക്ക് പന്നലായിട്ടാണ് തോന്നിയത്. കാരണം പന്നലെന്ന് പറഞ്ഞാൽ ആ ഒരു ട്വിസ്റ്റാണ് ഇതെല്ലാം നശിപ്പിച്ച് കളഞ്ഞത്. പിന്നെ സെക്കൻഡ് ഹാഫും കുറച്ച് നമുക്ക് എന്തുവാ ഈ ഫസ്റ്റ് ഹാഫിനെ അപേക്ഷിച്ച് നോക്കിയപ്പം അതിനകത്തോട്ട് ബന്ധമില്ലാത്ത സെക്കൻഡ് ഹാഫിലോട്ടാക്കിയാണ് പോയിരുന്നത്. വേറെ എന്തോ കൊമേഴ്ഷ്യൽ പടങ്ങളും ഈ ബാലയ്യയുടെ തെലുങ്ക് പടവും എല്ലാം കൂടി, അതുപോലത്തെ തെലുങ്ക് പടങ്ങളെല്ലാം കൂടി കൂട്ടിക്കുഴച്ച് എവിടേക്കോ കൊണ്ടുപോകുന്നുണ്ട് പടം. പക്ഷേ ഇപ്പോഴും പറയാം, മേക്കിംഗ് കിടിലം മേക്കിംഗ്. ഇതുപോലത്തെ അവസാനത്തെ 40 മിനിറ്റ് ഇനി അവർ മേക്കിംഗ് ആണെന്നോ ഉദ്ദേശിച്ചെങ്കിൽ മേക്കിംഗ് നല്ല മേക്കിംഗ് ആയിട്ടുണ്ട്. VFX ടീമും എഡിറ്റിംഗ്, ചമൻ ചാക്കോയുടെ എഡിറ്റിങ്ങും എല്ലാം ആ ഒരു VFX ഒക്കെ കിടിലം VFX അത്ര എന്നിട്ട് ഈ ഒരു മലയാളത്തിൽ നോക്കുമ്പോൾ നല്ല VFX. പിന്നെ ആ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെ നല്ലതാണ്. ആക്ഷൻ ചെയ്തേക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ ആ ഒരു ചേസിങ്, സെക്കൻഡ് ഹാഫിൽ ഒരു ചേസിങ് ഉണ്ട്. പിന്നെ ഒരു പ്ലെയിനകത്ത് വെച്ചൊക്കെ ഒരു ഫൈറ്റൊക്കെ ഉണ്ട്. ആ ഫൈറ്റൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ആ മേക്കിംഗ് മാത്രം വെച്ച് നോക്കുവാണെങ്കിൽ ഓക്കെ, നല്ല മേക്കിംഗ് നല്ല ഇതായിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് ആ സ്റ്റോറിയിലോട്ട് വന്ന് നോക്കുമ്പോൾ എനിക്കങ്ങോട്ട് സെക്കൻഡ് ഹാഫ് അങ്ങോട്ട് പിടിക്കാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിനകത്ത് തൃശ്ശയുണ്ട്. തൃശ്ശയ്ക്ക് അങ്ങനെ കൂടുതൽ തുടക്കം തൊട്ട് അവസാനം വരെ ഉണ്ട്. പക്ഷേ വലിയ ഡയലോഗ് ഒന്നും ഇല്ല. കാരണം അതുകൊണ്ട് കുഴപ്പമില്ല. ഉള്ള ഡയലോഗ് ആണെങ്കിൽ നമുക്ക് മറ്റേ ശബ്ദം മാത്രം കേൾപ്പിച്ച് മാറ്റിയിട്ടുണ്ട്. ചുണ്ടനക്കുന്നതൊക്കെ കുറച്ച് ഭാഗമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് ഒരു വില്ലനായിട്ട് വന്ന എന്തുവാ പുള്ളിക്കാരൻ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, കുറച്ചൊക്കെ മിസ്കാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിനകത്ത് ടോവിനോയുടെ ഫാമിലി ആയിട്ടുള്ളവരൊക്കെ മിസ്കാസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിനകത്ത് അർച്ചന കവിയുണ്ട്. ആ പുള്ളിക്കാരിയുടെ അഭിനയം ഒന്നും എനിക്ക് അത്ര ഓവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലിസറിൻ തേച്ച് ചുമ്മാ ഇരിക്കാൻ പറ്റുമല്ലോ. എനിക്കതത്ര നല്ല അഭിനയമായിട്ട് തോന്നിയില്ല. നമുക്ക് ഈ ക്യാമറയുടെ മുന്നിൽ ആക്ഷൻ പറഞ്ഞിട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടുള്ള ഫീലിംഗ് ഒക്കെ എനിക്ക് ചിലയിടത്തൊക്കെ തോന്നി. പിന്നെ ഇതിനകത്ത് വില്ലത്തിക്കൊക്കെ ലെനയുടെ ശബ്ദമാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ലെനയുടെ ശബ്ദം അറിയാലോ, ഈ കൊത്ത മലയാളമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്നും അങ്ങോട്ട് മനസ്സിലാകത്തില്ല, കൊത്ത മലയാളം. അപ്പോൾ ആ ഒരു കൊത്തയാണ് ഇതിനകത്ത് അവർ വില്ലത്തിക്ക് കൊടുത്തേക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മേക്കിങ്ങും BGM വെച്ച് മാത്രം നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമ. സ്റ്റോറി ബേസിൽ ഒരു നല്ല സ്റ്റോറി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ എന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് എന്തൊക്കെയാണ് കാണിച്ചു വെച്ചേക്കുന്നത്, സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയാണ് കാണിച്ചത്. സെക്കൻഡ് ഹാഫ് എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല.
ആ 40 മിനിറ്റ് ആണ് ഈ ഒരു കുഴപ്പം ഉണ്ടാക്കിയത്. പക്ഷേ അതിനകത്ത് കാണിച്ച് വെച്ചേക്കുന്ന പരിപാടിയൊക്കെ കൊള്ളാം. മേക്കിംഗ് സ്റ്റൈലൊക്കെ മേക്കിംഗ് പരിപാടിയൊക്കെ നല്ലതായിട്ടുണ്ട്. ആ ഒരു സ്റ്റോറിയൊന്നും എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഇപ്പോൾ എന്നെ വെച്ച് നോക്കിയാൽ ഒരു ആവറേജ് പടത്തിൽ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൂ. ഈ പടം ഇഷ്ടപ്പെടുന്നവർ ഒത്തിരി പേര് കാണും. അവർ പോയി കാണുക. പിന്നെ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്.